ഇതിനുള്ള മറുപടി ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ രമ്യടമ്മേ. പല പ്രാവശ്യം പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. രമ്യയെ പോലെ നിന്നെ സ്നേഹിക്കുന്ന വേറൊരു പെണ്ണ് ഈ ലോകത്തിലില്ല. എന്റെ മകളായോണ്ട് പറയുന്നതല്ല. ഇവളെ പോലൊരു പെണ്ണിനെ നിനക്ക് ഈ ജന്മത്ത് വേറെ കിട്ടില്ല. പിന്നെ എന്ന് വെച്ചാ എവള് ശീലാവതിയില്ലയോ? ഇവളെ കെട്ടിയ ഇവന്റെ ജീവിതം കട്ടപ്പോയാ. ഇവൾക്ക് നിന്നെ മറക്കാനാവാത്തത് കൊണ്ടാ ഒരിക്കൽ കൂടി ഈ കല്യാണാലോചനയുമായി ഞങ്ങള് രാധമ്മയുടെ അടുത്ത് എത്തിയത്. ഉന്നക്കീഴിലെ അമ്മയുടെ പ്രസാദത്തിൽ കൈതൊട്ട് ഈ കല്യാണം നടത്താന്ന് രാധമ്മ വാക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ചാ ഞങ്ങളിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? ഒരുറപ്പ് നീയും കൂടി പറയണം. നിനക്ക് വേണ്ടത് സ്വസ്ഥതയും സമാധാനമുള്ള ഒരു കുടുംബജീവിതമല്ലേ? രമ്യയെ കല്യാണം കഴിച്ചാ നിനക്കത് കിട്ടും. മൂന്ന് തരം ഉറപ്പ്. അതുമാത്രമല്ല, നിന്റെ ഈ കുടുംബവും രക്ഷപ്പെടും. ഹരീഷിനെയും ശ്രീലക്ഷ്മിയെയും ഞാൻ എന്റെ മകനും മരുമകളുമായിട്ട് അംഗീകരിക്കും. പിന്നെ അവർക്ക് കൊടുക്കാനുള്ള എല്ലാ ഷെയറും ഞാൻ കൊടുക്കും. അതുമാത്രമല്ല, ബാക്കിയുള്ള ഞങ്ങളുടെ എല്ലാ സ്വത്തിന്റെ അവകാശി രമ്യയല്ലേ? എന്റെ മോനെ, അത് മുഴുവനും എഴുതി വാങ്ങിച്ചിട്ട് ആഘോഷപൂർവ്വം പുട്ടടിച്ച് ജീവിച്ചൂടെ? നിങ്ങൾ ഇടയ്ക്ക് കയറി വളാന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചണമാക്കല്ലേ. അവരളിയനെ ബ്രെയിൻ വാഷ് ചെയ്യല്ലേ? എന്താ എന്താ വൈറ്റ് ഭാഷ? അല്ല, വാഴപ്പെട്ടി. അമ്മേ, മോനെ ഒന്നും മിണ്ടാതിരിക്കോ? ആന്റി സംസാരിക്കല്ലേ? അതുകൊണ്ട് രാജു ഒരു ഉറച്ച തീരുമാനം എടുത്ത് ഇപ്പൊ തന്നെ എന്നോട് പറയണം. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം രാജു. അത് കണ്ട എന്തോ ഒരു തങ്കപ്പെട്ട കൊച്ച്, എന്തോ ഒരു ആത്മാർത്ഥത. നീയൊക്കെ ഇത് കണ്ടുപഠിക്കടാ. രാജു, സമ്മതിച്ചെന്ന് പറയേ രാജു. കഷ്ടം. ഇവിടെ എന്താ പഞ്ചായത്ത് കമ്മിറ്റിയോ? മരണ വീട് പോലെ ആയല്ലോ ദൈവമേ. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വിശന്നിട്ട് വയ്യായേ. എനിക്ക് വിശക്കുന്നേ. എനിക്ക് ആരെങ്കിലും ഫുഡ് തരണേ. എനിക്ക് വിശക്കുന്നേ. എനിക്ക് ആഹാരം തരണേ. ഇവര് വിശന്നിട്ട് നമ്മളൊക്കെ പിടിച്ച് വിഴുങ്ങുമെന്ന് തോന്നണത്.
ഒരു സ്വസ്ഥതയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കുരുക്കിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നാളത്തെ കാര്യം രാജുവിനോട് ചോദിക്കണ്ടേ? ചോദിക്കാം. നാളെ അമ്പലത്തിൽ വരുമല്ലോ അല്ലേ? ഋതിക മേഡത്തിന്റെ മെസ്സേജ് ആണല്ലോ. നാളെ അമ്പലത്തിൽ വരുമല്ലോ അല്ലേ? അമ്പലത്തിൽ പോണോ? വർമ്മ സാറ് വിളിച്ച് പറയുകയും ചെയ്തല്ലോ. എന്ത് ചെയ്യും? ശ്ശേ, ആകെ കൺഫ്യൂഷനിലായല്ലോ. എന്റെ രാജു ഇപ്പൊ ഉറങ്ങി കാണോ? നീ ഉറങ്ങിയോടാ? ദൈവമേ, അടുത്തത് രമ്യയുടെ മെസ്സേജ്. ഇത് വലിയ ശല്യമായല്ലോ.